ഹായ് ഹലോ. അപ്പൊ നമ്മളെല്ലാരും സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവരാവും. എല്ലാവരും ഇല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർ സിനിമ കാണാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നവരാവും. ഞാനും ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ നമ്മൾ സിനിമ കാണുന്നത് പല ഉദ്ദേശം വെച്ചിട്ടായിരിക്കും. ചിലർക്ക് ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്, ചിലർ സിനിമയെ ഇഷ്ടപ്പെട്ട് അതിന്റെ സൈഡ് കാര്യങ്ങളെല്ലാം നോക്കി പഠിക്കാൻ വേണ്ടിയിട്ടും അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും കാണുന്നവരുണ്ടാവും. പിന്നെ നമുക്ക് ജസ്റ്റ് കൂളാവാൻ വേണ്ടിയിട്ട് മൈൻഡ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒക്കെ സിനിമ കാണുന്നവരുണ്ടാവും. എന്നാൽ ഇതിനൊക്കെ എതിർത്തുകൊണ്ട് സിനിമ ലഹരി മാഫിയയ്ക്ക് അടിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ചർച്ചകളിലായാലും ന്യൂസിലായാലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും സിനിമ ലഹരി മാഫിയയെ പ്രൊമോട്ട് ചെയ്യുന്നതാണോ? സിനിമ കണ്ടിട്ടാണോ ആൾക്കാർ ലഹരി യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത്? അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് സാധാരണക്കാരായ ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കാം. അവർക്ക് എന്താ പറയാനുള്ളത്? അവരുടെ മക്കളെ അവര് സിനിമ കാണാൻ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ സിനിമ കാണുന്നതിന് വിലക്കുവോ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കാൻ പോവാണ്. പോവാ. എന്തെങ്കിലൊക്കെ പറയണ്ടേ ജനങ്ങൾക്ക്? ഒന്നില്ലെങ്കിൽ സിനിമ പറയാ, അല്ലെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അല്ലാണ്ട് സിനിമ കണ്ടിട്ടാണ് ഈ സിനിമ കണ്ട് ഇതിൽ അങ്ങനെ കാണിക്കുന്നുണ്ട് എന്നാ ഞാനും പോയി അങ്ങനെ ചെയ്യാം, അങ്ങനെയല്ലല്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കിപ്പോ ഇപ്പൊ ലഹരിയിലേക്ക് ഇറങ്ങാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പാണ് അല്ലെ. അല്ലാണ്ട് സിനിമ ഉണ്ട്, ആ സിനിമയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നാ ഞാനും അതേപോലെ ചെയ്യാം. അതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല. വെറുതെ സിനിമനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ സിനിമ നടന്മാരുടെ ലൈഫൊക്കെ എടുത്തിട്ടാണ് പലരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെന്താ തോന്നുന്നത്? വെറുതെ അവരവരുടേതായിട്ട് സിനിമ എന്ന് പറയുന്നത് അതൊരു പ്രൊഫഷണൽ ആണല്ലോ. അവരവരുടേതായിട്ടുള്ള ജോലി ഇപ്പൊ സിനിമയിലൂടെ ആണെങ്കിലും എന്തോരം നല്ല നല്ല പോയിന്റ്സ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പൊ ലഹരിന്റെ ഇത് ഉപയോഗിച്ചിട്ട് ഈ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് പറയാൻ നിൽക്കണവരെ എപ്പോഴും അത് തന്നെ പറയുള്ളൂ. അത് മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതില്, അതും കൂടെ ഒന്ന് ഊന്നി എടുത്ത് പറയാൻ ശ്രമിക്കട്ടെ ജനങ്ങള്. അത്രേ ആൾക്കാരാണെങ്കിൽ അങ്ങനെ തന്നെ പറയും. നല്ലോണം ഫിലിം നല്ല ഇഷ്ടമാണ് ഫിലിമൊക്കെ കാണാനായിട്ട്. ഫിലിമിനെതിരെ ഉള്ള ആൾക്കാര് അങ്ങനെ പറയും. സിനിമാക്കാരെ ഏറ്റെടുക്കണ്ട. അതെ, അടിച്ചു പൊളിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഫിലിംസ് കൊണ്ട് അത്രേ ഉള്ളൂ. ഇല്ലെങ്കിലും അല്ലാണ്ട് തന്നെ ഇത് ലഹരിയുടെ ഇതില്ലേ, പിന്നെന്താണ്? അതൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. സിനിമ നമ്മൾ എന്റർടൈൻ. സിനിമയിൽ ഇപ്പൊ പോസിറ്റീവ് ഗുണങ്ങളുണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. പോസിറ്റീവ് എടുക്കണവർക്ക് പോസിറ്റീവ് എടുക്കാം, നെഗറ്റീവ് എടുക്കുന്നവർക്ക് അതും എടുക്കാം. ഇപ്പൊ സിനിമ കണ്ട് ചെയ്യുന്നവര് അത് അവരുടെ സ്വഭാവം പോലെ. അത്രേ ഉള്ളൂ. കാരണം ഇപ്പൊ മുന്നേ ആയാലും സിനിമയിൽ ഇപ്പൊ സ്മോക്കിംഗ് ആയാലും അല്ലെങ്കിൽ ലഹരി ഡ്രിങ്ക്സ് ആയാലും ഒക്കെ ഉണ്ട്. അത് ഇന്നത്തെ സിനിമ കണ്ടിട്ടാണ് പഠിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അയ്യോ, ഒരിക്കലും ഇല്ല. ഞാനൊന്നും അങ്ങനെ ചെയ്യണമില്ലല്ലോ. അല്ല, ഇപ്പൊ എല്ലാവരും സിനിമ കാണുന്നേ അല്ലേ. അങ്ങനെ ആവണമെന്നില്ല. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ തെറ്റായ ഒരു മെസ്സേജ് അല്ലേ ഇപ്പൊ സമൂഹത്തിൽ. അതെ അതെ അതെ. ഒരു എന്റർടൈൻമെന്റ് ബിസിനസ് ആണ് മൂവി എന്ന് പറയുന്നത്. അതിൽ ഈ ഓരോ ആക്ടേഴ്സ് ആണെങ്കിലും വളരെ ഡിസിപ്ലിനായിട്ട് പ്രാക്ടീസ് ചെയ്തും ജീവിത ലൈഫ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുന്നവരാണ് എൻ്റെ അടുത്ത് കൂടുതലും. അവിടെ വന്ന് ഈ ഡിസിപ്ലിൻ ഇല്ലാത്തുള്ള രീതിയിൽ ലഹരി ഉപയോഗിക്കുകയും ഇത് അഭിനയിക്കുന്നവർ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 95% ആൾക്കാർ ഇതൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. കാരണം എനിക്കത് ധൈര്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഞാൻ ആക്ടിങ് കോഴ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ്. പിന്നെ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നതാണ്. അടുത്ത പടങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഞങ്ങളൊക്കെ അത്ര ഡെഡിക്കേറ്റഡായിട്ട് പഠിച്ച് വളരെ ഡിസിപ്ലിനോടും ബഹുമാനത്തോടും കൂടി സമീപിക്കുന്ന ഒരു പ്രൊഫഷനാണ്. അവിടെ ഡിസിപ്ലിൻ ഇല്ലാതെ ഒരാൾ വരുന്ന അവർക്ക് അവിടെ ചാൻസ് ഇല്ല. അവർ ഔട്ടാണ്. അങ്ങനെ കാണിക്കുന്നവരെല്ലാം ഔട്ടാണ്, പക്കയായിട്ട് ഔട്ടാണ്. ഏറ്റവും ഭയഭക്തി ബഹുമാനവും റെസ്പെക്റ്റും ഡിവൈനുമായിട്ടുള്ള ലിങ്കാണ്. ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡിവൈനുമായിട്ടാണ് കണക്ട്. അവർക്കൊന്നും ഒരിക്കലും ഇങ്ങനെയില്ല. പിന്നെ സിനിമ എന്ന് പറഞ്ഞൊരു കൊമേഴ്സ്യൽ ആറ്റിറ്റ്യൂഡാണ്. അതിന് നമ്മളൊരു കോൺഫ്ലിക്റ്റുകൾ സൃഷ്ടിക്കുക, അതൊരു കഥയുടെ ഒരു വഴിത്തിരിവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. അത് എൻ്റർടൈൻ ചെയ്യുക, പൈസ വാങ്ങുക അല്ല, ഒരു ബിസിനസ്സാണ്, ഒരു കൊളാബറേറ്റഡ് ബിസിനസ്സാണ്. അല്ലാതെ അതികവിഞ്ഞുള്ള രീതിയിൽ അത് കണ്ടിട്ട് പബ്ലിക് നശിച്ചു എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അത് ഒരു ചെറിയ വിഭാഗം ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നശിക്കും. അതും സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല, ഒരു കലയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ മലയാള സിനിമ 100 കോടി ക്ലബ്ബ് കടന്നു കഴിഞ്ഞു, തുടർച്ചയായിട്ട് ഹിറ്റ് അടിക്കുന്നത്. അപ്പൊ അങ്ങനെ അടിക്കുന്ന പടങ്ങളെല്ലാം അല്ലെങ്കിൽ ഇതുപോലുള്ള ലഹരി കണ്ടന്റ്സിന് അല്ലെങ്കിൽ ലഹരി പ്രൊമോട്ട് ചെയ്യുന്ന നായകനാണ് ഹീറോ, ആ ഒരു രീതിക്കാണ് സിനിമേനെ വളച്ചൊടിക്കപ്പെടുന്നത്. അപ്പൊ അതെന്താ തോന്നുന്നത്? അങ്ങനെയൊന്നുമില്ല. അതൊരു ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ സ്വീകരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, സ്വീകരിക്കാത്ത വിഭാഗം ഒരു ആൾക്കാരുണ്ട്. അവരെന്ത് കണ്ടാലും അത് സ്വീകരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ ഒരിക്കലും ഒരു 95% ആൾക്കാർക്കും അതിനെ കണ്ടിട്ട് അതൊരു സിനിമയല്ലെന്നുള്ള രീതി ആണെന്ന് കണ്ടു ഇറങ്ങാനുള്ള മനോഭാവവും അതിനുള്ള പവറും ഉള്ള ആൾക്കാരാണ് ഈ മൂവി കാണാൻ പോകുന്നത്. അവർ എൻജോയ് ചെയ്യണം, അതിൽ കവിഞ്ഞുള്ള രീതിയിലുള്ള ചിന്തകൾ അവർക്കില്ല. അത് തോന്നലാണ്.
നമ്മളിത് റെഫർ ചെയ്യുമല്ലോ. നമ്മളിപ്പോൾ ഒരു കാര്യം, ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നിരീക്ഷണം നടത്തിയിട്ടും ഒക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് അതിനോട് യാതൊരു യോജിപ്പുമില്ല. ഇതിലുമുണ്ട് അപൂർവമായിട്ടുള്ള ഉപയോഗിക്കുന്നവരുണ്ടാവും. പക്ഷെ അത് ഒരിക്കലും ആ ഒരു ഷൂട്ടിംഗ് സമയത്തോ അല്ല അങ്ങനെയുള്ള സമയത്തോ ഇല്ല. അത് വെറുതെ പറഞ്ഞു വരുത്തുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ പലരും പേഴ്സണലി ഉപയോഗിക്കുന്നുണ്ടാവും. ഉണ്ടാവാം. പക്ഷെ അവരുടെ കാരണം അവരും സാധാരണക്കാരെ അത് അത്രേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആണ്. പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ അത് വെച്ചിട്ട് സിനിമേനയിലോട്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെ പല സംഭവങ്ങളും ഇപ്പൊ അടുത്തിടെ കുറെ പലരുടെയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താ തോന്നുന്നത്? അല്ല, ഒന്നും തോന്നില്ല. കാര്യം വെച്ചാൽ ഒന്നും തോന്നാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നല്ല സ്കില്ലുള്ളവർക്ക് മാത്രം നിൽക്കാൻ പറ്റിയ ഒരു മേഖലയാണ്. നല്ല സ്കില്ലോ അപാര ഡെഡിക്കേറ്റഡ് ആയിട്ട് തിരിച്ചു വരുമല്ലോ. കഴിവുകൾ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടൊന്നും അവരെ ഒന്നും ഒരിക്കലും ബാധിക്കുന്നില്ല. കാര്യം പിന്നെ സിനിമയെ ഫോക്കസ് ചെയ്ത് പറയുമ്പോൾ എല്ലാവർക്കും അത് രസമുള്ളൊരു ഫീൽഡാണ്. എല്ലാവരും അട്രാക്ട് ചെയ്യുന്നൊരു ഏരിയയാണ്. അപ്പോൾ അതിനെ വെച്ച് പറഞ്ഞ് ചിലർ സെൽഫായിട്ട് ഡെവലപ്പ് ആകാൻ വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും. സിനിമ ഇതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. ആരെന്ത് പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. അതൊരു കലാരൂപമാണ്. അതൊരു വഴി കൂടി ഇങ്ങനെ പാരലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പറയേണ്ടവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഗോസിപ്പ് പകർത്തേണ്ടവർ അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം അങ്ങനെ എത്ര ഉദാഹരണം, ഞാൻ ആക്ടേഴ്സിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു 4 വയസ്സായ ഒരു കുട്ടിയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ആക്ടറായിട്ട് അഭിനയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് നെഗറ്റീവ്സ് പോയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് ഈ ആക്ടേഴ്സ് എന്ന് പറയുന്നത്. അവർ വൈകാരിക ജീവികളാണ്, വികാരപരമായി പെരുമാറുന്ന ആൾക്കാരാണ്. ഇപ്പോൾ സ്നേഹം തോന്നിയാൽ നല്ലപോലെ സ്നേഹിക്കും, ദേഷ്യം വന്നാൽ അപ്പം തന്നെ ദേഷ്യപ്പെടും. അത് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും ഇല്ല, അവരുടെ ബോഡിയിലില്ല. എപ്പോഴും ഒരു ന്യൂട്രലൈസേഷൻ ചെയ്തിട്ട് ഇങ്ങനെ സീറോ ബാലൻസ് നടക്കുന്നവരാണ് ഈ ആർട്ടിസ്റ്റുകൾ മൊത്തം. അതാണ് എൻ്റെ അനുഭവവും എനിക്ക് മനസ്സിലായിട്ടുള്ളതും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതാണ് എൻ്റെ സത്യമായിട്ടുള്ളത്. ബാക്കിയൊക്കെ ഇങ്ങനെ എന്ത് പറഞ്ഞാലും അതൊന്നും ഈ കലാരൂപത്തെ ബാധിക്കുകയില്ല. അവരാരും അത് ശ്രദ്ധിക്കുക തന്നെ ഇല്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. വഴി തെറ്റിപ്പോകുക അങ്ങനെ ഒരു ചിന്തയില്ല. സിനിമയിൽ തെറ്റുണ്ടാവും ശരിയുണ്ടാവും, അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി കുട്ടികൾക്ക്. അത്ര സിനിമ വളരെ ഡിസിപ്ലിൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. ഇപ്പോൾ വളരെ എല്ലാവരും ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ യേശുദാസിൻ്റെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒക്കെ ലൈഫ് അറിയാം. അവരെന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷന് വേണ്ടിയിട്ട് എത്രയോ ഡെഡിക്കേറ്റഡ് ആണ്. മമ്മൂട്ടിക്ക് അല്ല, യേശുദാസിന് തണുത്ത ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റിയ അതെ മമ്മൂട്ടിയുടെ അങ്ങനെ ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒത്തിരി മോഡൽസ് നമ്മുടെ തന്നെ ഉണ്ട്. അതുപോലെ എത്ര വർക്കൗട്ട് ചെയ്യുന്നു ആളുകൾ. അല്ലെങ്കിൽ പൃഥ്വിരാജ് 30 കിലോ കുറയ്ക്കുന്നു ഒരു മൂവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡിസിപ്ലിൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. പക്ഷെ അത് നമ്മളിപ്പോഴും ഈ സിനിമയിൽ കാണുന്നതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയല്ല. എനിക്കൊന്ന് ഏറ്റവും ഡിസിപ്ലിൻ വേണ്ട ഒരു പ്രൊഫഷൻ തന്നെയാണ്. ഞങ്ങൾ ഒട്ടുമിക്ക ഫിലിംസും പിള്ളേരുടെ കൂടെ പോയി കാണും. ഇവർ രണ്ടുപേരും ഓൾമോസ്റ്റ് പ്രീ ടീനും ടീനുമാണ്. ഞങ്ങളൊരു മൂവി കണ്ടു, ഞങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടി, വെളിയിലിറങ്ങി എങ്ങനെയുണ്ട്, റേറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, ഞങ്ങൾ മറുപടി പറയും. അത്രേ ഉള്ളൂ. അല്ലാതെ അത് ആ രംഗം കാണിച്ചു, ഈ രംഗം കാണിച്ചു, അതുകൊണ്ട് അമ്മ അത് എങ്ങനെയാണെന്നൊന്നും ഒരിക്കലും ഇവർ ചോദിക്കാറില്ല. ഇവർ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഓൾമോസ്റ്റ് എല്ലാ മൂവീസും കാണും. ഒരു മൂവി കണ്ടിട്ട് എൻ്റെ പിള്ളേർക്ക് എനിക്കും ഇതുവരെ തോന്നിയിട്ടില്ല ഒന്നും. കുറച്ച് നേരത്തേക്ക് ആ ഒരു ഇപ്പോൾ തോമസ് പറഞ്ഞ പോലെ ആ ഒരു മൈൻഡിൽ ആ ഒരു രംഗങ്ങൾ ഇങ്ങനെ വരും. അത് കഴിയുമ്പോൾ അത് മറന്നു പോകും. നമുക്ക് വേറെ ഒരുപാട് ജോലികളും കാര്യങ്ങളും ഉണ്ട് ചെയ്യാൻ. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ ആ മൂവീസ് എങ്ങനെ എടുക്കുന്നു എന്നൊക്കെ നോക്കുമ്പോൾ അവരുടെ ഒരു ഡെഡിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവർ മൂവീസിൽ എന്താ കാണിക്കുന്നത് അത് നോക്കേണ്ട കാര്യമില്ല. ഒരുവിധം കാണാവുന്ന മൂവി ആണെങ്കിൽ ഞങ്ങൾ ഇനിയും കാണും. ഒരിക്കലും മൂവി വഴി സമൂഹം ചീത്താവുന്നില്ല, നേരെ മറിച്ചാണ്. സമൂഹത്തിലെ വേറെ ഒരുപാട് രംഗങ്ങളിൽ ഇതെല്ലാം ഓടുന്നുണ്ട്. അത് ശരിക്കും മൂവീസിൽ വരുന്നില്ല. അങ്ങനെ വരുത്താൻ പറ്റില്ലല്ലോ. അത്രേ ഉള്ളൂ. സെൻസേർഡ് ആണല്ലോ. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും തന്നെയാണ് സിനിമ തുറന്നു കാണിക്കുന്നത്. തീർച്ചയായിട്ടും അത് മുഴുവൻ തുറന്ന് കാണിക്കാൻ പറ്റില്ല, അത് സെൻസേർഡ് ആക്കും. അപ്പൊ മൂവീസിലെല്ലാം ഒരു ക്രീം ഓഫ് ദ സൊസൈറ്റി എന്ന് പറഞ്ഞ പോലെ വെറും ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ് കാണിക്കുന്നത്. അതിൽ കൂടുതൽ കാണിച്ചാൽ നമ്മുടെ സൊസൈറ്റി, പ്രത്യേകിച്ച് മലയാളി സൊസൈറ്റി, അത് കാണിക്കരുതെന്ന് തന്നെ പറയും. അപ്പൊ പിന്നെ നമ്മുടെ മൂവി വഴി മറ്റുള്ളവരെ നശിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഒരു ഇതുമില്ല, ഒരർത്ഥമില്ല. സിനിമാ ലോകമല്ല ഇതിന്റെ കാരണക്കാര്. ഇന്നിപ്പോ വളർന്നു വന്ന ചെറുപ്പം കുട്ടികളടക്കം ഇതിന് അടിമയായി മാറുകയാണ്. അത് ആ വളർന്നു വന്ന സാഹചര്യമാണ് അവരുടെ മാറ്റുന്നത്. ഒന്നിലത്തെ കുടുംബത്തെ അതില് അവരെ സൂക്ഷിക്കാനും കൊണ്ടു നടക്കാനുള്ള ആൾക്കാർ ശരിയല്ലാണ്ട് അച്ഛനമ്മയെ അവരെ ശരിക്കും നോക്കണില്ല. സ്കൂളിൽ പോകുമ്പോഴും അവരെ പിന്നാലെ പോകാനുള്ള സമയമില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ ഇത് വലിയവരും എല്ലാവരും ഇത് എഡിറ്റ് ആണെന്നത്. അത് സിനിമാ ലോകത്തു നിന്ന് വരുന്ന അത് സിനിമകൾ കണ്ടിട്ടല്ല. അല്ല, തീർച്ചയായിട്ടും അല്ല. അതിപ്പോ ഇതിന്റെ പണ്ടും നമ്മളെ ചെറുപ്പകാലത്തും ഇതുണ്ടായിരുന്നു. സിനിമയില് വെള്ളടിക്കുന്നത് കാട്ടുണ്ട്, വീഡിയോ അടിക്കുന്നത്, അതൊക്കെ കണ്ട് നമ്മൾ വളർന്നിട്ടില്ലല്ലോ.
അത് നമ്മൾ ഞാൻ ഇതുവരെ വലിക്കില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാനെങ്കിൽ അത് ചെയ്യണ്ടേ? ഇത് അതിന്റെ പ്രശ്നമല്ല. അത് നമ്മുടെ രാജ്യം അങ്ങനെ പോയി തുടങ്ങി. അപ്പുറത്തും ഇപ്പുറത്തും ലഹരി മരുന്ന് കൊണ്ടുവന്ന് വിൽക്കാൻ തുടങ്ങി. സ്കൂളിലും മിഠായി തരത്തിലും മറ്റേ തരത്തിലും പലതരത്തിലും അങ്ങനെ വിൽക്കാൻ തുടങ്ങി. അതിൻ്റെയൊക്കെയാണ് അത് എഫക്റ്റ്. ആദ്യം അവരെയാണ് നിർത്തേണ്ടത്. കണ്ടിട്ട് വഴി തെറ്റെന്ന് തോന്നുന്നുള്ളത്. സിനിമ എന്തായാലും ഓരോ കാലത്തിനനുസരിച്ച് വന്നുകൊണ്ടുണ്ടാവും പലരും. എന്ന് വെച്ചാൽ നമ്മൾ പാരൻസ് ബാക്കിയുള്ള അവയർനെസ് കൊടുക്കുക കുട്ടികൾക്ക്. എന്തായാലും സിനിമ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമല്ലോ സിനിമ. സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ പറയുക, കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുക, അതിൻ്റെ ഒപ്പം ജീവിച്ചു പോവുക. നമുക്ക് ആൾക്കാർക്കൊക്കെ എന്താ പറയാനുള്ളതെന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത് സിനിമ കണ്ടിട്ടല്ല ആരും ലഹരി യൂസ് ചെയ്യാൻ പഠിക്കുന്നത്. കാരണം എല്ലാത്തിനും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന പോലെ എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പൊ നമ്മളൊരു കാര്യത്തിന് എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ സ്വഭാവം രൂപപ്പെടുന്നത്. അതാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും പറയുന്നത്. ഒരാൾ പോലും സിനിമ കാണുന്നതിൽ തങ്ങളുടെ കുട്ടികളെ വിലക്കുന്നോ അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ട് ലഹരി യൂസ് ചെയ്യാൻ അവർ പഠിക്കുമെന്നോ പേടിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് വെറുതെ ഈ തെറ്റായ ഒരു പ്രചരണം സമൂഹത്തിലോട്ട് ഇറക്കി വിടുന്നത്? അപ്പൊ അത് തടയാനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഇല്ലാതെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒരിക്കലും സിനിമ ലഹരി മാഫിയയുടെ അടിമയാണെന്ന് ഒരു പബ്ലിക്കും പറയുന്നില്ല.